മഞ്ചാടി മോളെ, എന്താ മോൾക്കിന്ന് കോളേജില്ലേ? ഉണ്ട് ഭാനുമ്മേ, ഞാൻ പോയില്ല. അതെന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ, സുഖമില്ലേ? ഇല്ല, നല്ല സുഖം തോന്നുന്നില്ല, അതെങ്ങ് പോന്നത്. എന്തു പറ്റി? പനിയൊന്നും ഇല്ലല്ലോ. ഇന്നലെ തന്നെ ഹോസ്റ്റലിലേക്ക് ഓടിപ്പോണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഒരു ദിവസം കൂടി ഇവിടെ റെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. അല്ല, നീ വല്ലതും കഴിച്ചിട്ടാണോ വന്നത്? എനിക്കൊന്നും വേണ്ട ചേച്ചി, ഞാൻ കുറച്ചു സമയം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു പോവും. മോളെ, മഞ്ചാടി മോൾക്കേ മനസ്സിലെന്തോ വിഷമം ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ അനു? എന്താണെന്ന് ചോദിച്ചു നോക്ക്, പിള്ളേരുടെ മനസ്സല്ലേ. ഞാനേ ഒന്ന് കട വരെ പോവാ, 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഭാനുമ്മേ, പൈസ വല്ലതും വേണോ? ഉണ്ട് മോളെ, ഇന്നലെ തന്നതിന്റെ ബാക്കി എന്റെ കയ്യിലുണ്ട്, അത് മതിയാവും. അപ്പോ അച്ഛനായിട്ട് നിങ്ങളാരും ഇതുവരെ സംസാരിച്ചില്ലേ? അച്ഛൻ ഇന്നിങ്ങോട്ട് വിളിക്കും മഞ്ചാടി. അക്കാര്യത്തിൽ നിനക്ക് ടെൻഷനൊന്നും വേണ്ട. മഞ്ചാടി, ഇന്നലെ രാത്രി നീ വിളിച്ചപ്പോ അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ മഞ്ചാടി? അച്ഛനെ ഓർത്തുള്ള വിഷമാണോ നിനക്ക്? അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇന്നലെ രാവിലെ ഞാൻ വേറൊരു വാർത്ത അറിഞ്ഞു. അതാ കോളേജിൽ പോവാതെ ഞാനിങ്ങോട്ട് വന്നേ. എന്ത് വാർത്തയാ മഞ്ചാടി? ഗോകുലിന് ജാമ്യം കിട്ടി. അയാള് ജയിലിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിന് നിനക്കെന്താ? അവൻ നിന്നെ വല്ലതും ചെയ്യൂന്നുള്ള പേടിയുണ്ടോ നിനക്ക്? അവൻ എന്നെ എന്ത് ചെയ്യാനാ? എനിക്ക് അവനെ കൊല്ലാനുള്ള പകയുണ്ട്. പകയുള്ള മനസ്സായി ക്ലാസ്സിലിരുന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി. അത് നന്നായി മോളെ, നിനക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നിയല്ലോ. പകയൊക്കെ മാറ്റിവെച്ച് നീ കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിക്കണം മഞ്ചാടി. ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ ഗോകുല് കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ജീവൻ രാജ് തിരിച്ചു വരുന്നവരെ എന്റെ കണ്ണിൽ ഗോകുല് കൊലപാതകയാ. അവൻ ജയിലിൽ കിടക്കുമ്പോ ആ ഒരു ശിക്ഷയെങ്കിലും അവന് കിട്ടുന്നുണ്ടെന്നുള്ള ആശ്വാസമായിരുന്നു. ഇതോടെ അതും നഷ്ടപ്പെട്ടു. കേസ് നടക്കല്ലേ മോളെ? അവൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞ കോടതി തക്കതായ ശിക്ഷ കൊടുക്കും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചേച്ചി, അവരൊക്കെ വലിയ ആൾക്കാരല്ലേ. എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. മോളെ, പോലീസ് ജീവൻ രാജിനെ അന്വേഷിക്കുന്നുണ്ടല്ലോ. അവനെക്കുറിച്ച് എന്തൊക്കെയോ വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നത് കേട്ടിരുന്നു. അവൻ തിരിച്ചു വരും മഞ്ചാടി, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക.